ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അങ്ങനെ ഒരു ആഹ്വാനം നടത്തിയതിന് ശേഷമായിരുന്നല്ലോ നമ്മുടെ അക്ഷയ തൃതീയ വന്നത്. ഓർമ്മയുണ്ടോ? അന്ന് എത്ര കോടി രൂപയുടെ സ്വർണം കേരളത്തിൽ മാത്രം വിറ്റുപോയി എന്ന്? 1200 കോടി രൂപയുടെ സ്വർണമാണ് അക്ഷയ തൃതീയ ദിനത്തിൽ മാത്രം കേരളത്തിൽ വിറ്റുപോയത്. അപ്പോൾ ഈ അക്ഷയ തൃതീയയിൽ സത്യം പറഞ്ഞാൽ ധനലക്ഷ്മി, അതായത് ദേവി, ധനലക്ഷ്മി ദേവി അങ്ങനെ അന്ന് സ്വർണം മേടിക്കുന്നവരോട് ഒപ്പം ചെല്ലുമോ? ഇത്തരം കാര്യങ്ങൾ ഞാൻ വളരെ പ്രശസ്തനായ ഒരു ആസ്ട്രോളജിസ്റ്റിനോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു അങ്ങനെ യാതൊന്നുമില്ലെന്ന്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്നറിയോ? ഏതോ ഈ സ്വർണ്ണ വ്യാപാരികളുടെ ഏതോ മാർക്കറ്റിംഗ് വിദഗ്ധൻ കണ്ടുപിടിച്ച ഒരു മാർക്കറ്റിംഗ് മാർഗമാണ് അക്ഷയ തൃതീയ ദിനത്തിൽ സ്വർണം വാങ്ങിയാൽ വലിയ ഐശ്വര്യമുണ്ടാകുമെന്ന അഡ്വർടൈസ്മെൻറ്റ്. അങ്ങനെയാണ് അന്ന് കേരളത്തിൽ, അതായത് വർഷങ്ങളായി കേരളത്തിൽ ആ ദിനത്തിൽ ധാരാളം സ്വർണം വിറ്റു പോകാറുണ്ട്. ഈ വർഷം ഇത്രയധികം 1,80,000 അങ്ങനെ എന്തോ ആയിരുന്നു അക്ഷയ തൃതീയ ദിനം സ്വർണത്തിൻ്റെ വില. ആ ദിവസമാണ് 1200 കോടിയുടെ സ്വർണം ഒറ്റ ദിവസം കൊണ്ട് കേരളത്തിൽ വിറ്റുപോയത്. അപ്പം ഇത് പിന്നെ ഈ പറഞ്ഞ കണക്ക് താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വർണം എന്ന് പറയുന്നത് ഒരു അക്ഷയനിധി തന്നെയാണ്, യാതൊരു സംശയവുമില്ല. കാരണം ഏത് സാഹചര്യത്തിലും മൂല്യം കാത്തുവെക്കുന്ന ഒന്നാണ്. പല ഓപ്ഷൻസ് ഉണ്ട് മനുഷ്യർക്ക്, അതായത് സ്വന്തം ധനം സൂക്ഷിച്ചു വയ്ക്കാൻ പല ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ സാധാരണ മനുഷ്യരെന്താണ് ചെയ്യുക? സ്വന്തം ധനം സൂക്ഷിച്ചു വയ്ക്കുമ്പോൾ ചില ചിന്തകൾ അവരെ സ്വാധീനിക്കുക. എന്തൊക്കെയാണ്? പെട്ടെന്ന് പണമാക്കി അത് ഉപയോഗപ്പെടുത്താൻ പറ്റണം. ഉദാഹരണത്തിന് പെട്ടെന്നൊരു രോഗം വരിക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എന്തെങ്കിലും അപകടം ഉണ്ടാകും. ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യങ്ങളിൽ പെട്ടെന്ന് പണം കയ്യിൽ വേണം. അപ്പോൾ അങ്ങനെ പണമാക്കി മാറ്റാൻ പറ്റുന്ന സോഴ്സിലാണ് വയ്ക്കുക. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്കറിയാം ഓഹരി വിപണിയിലിട്ടാൽ പെട്ടെന്ന് ഓഹരി കൈമാറ്റം ചെയ്ത് പണം എടുക്കാം. സ്വർണത്തിലാണെങ്കിലും പെട്ടെന്ന് ബാങ്കിൽ കൊണ്ടുപോയി പണയം വെച്ചൊക്കെ നമുക്ക് ആവശ്യത്തിന് പണം എടുക്കാം. ഭൂമിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ പക്ഷേ അത്ര എളുപ്പം പറ്റില്ല. കാരണം ഭൂമിക്ക് ആളെ കണ്ടുപിടിച്ച് കൊടുത്തൊക്കെ വരുമ്പോഴേക്കും സമയമെടുക്കും. അപ്പോൾ ഏറ്റവും എളുപ്പം കൈമാറ്റം ചെയ്യാവുന്ന, പണമാക്കി മാറ്റിയെടുക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട മാർഗമാണ് സ്വർണവും ഓഹരി വിപണിയും. ഇതിൽ തന്നെ ഏതാണ് കൂടുതൽ മെച്ചമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും സ്വർണ്ണമാണ്. കാരണം ഓഹരി വിപണി എപ്പോൾ വേണമെങ്കിലും കരടിക്ക് വിധേയമാകാം, അല്ലെങ്കിൽ കാളക്കൂറ്റിൻ്റെ പിടിയിലുമാകാം. കാളക്കൂറ്റിൻ്റെ പിടിയിലായാൽ നമുക്ക് ലാഭമുണ്ടാക്കാം, കരടിയുടെ പിടിയിലായാലോ നമുക്ക് വലിയ നഷ്ടമുണ്ടാകും. അപ്പോൾ അതിനേക്കാളൊക്കെ ഏതെങ്കിലും ഒരു അൺസേർട്ടൺ സിറ്റുവേഷൻ, അതായത് ഒരു അസാധാരണ സാഹചര്യം ഉടലെടുക്കുന്നുവെങ്കിൽ ഉടനെ വ്യക്തികൾ അവരുടെ ധനം സൂക്ഷിക്കാനുള്ള ഏറ്റവും ഉത്തമമായ മാർഗം സ്വർണമാണ് എന്ന് വിചാരിച്ച് സ്വർണത്തിലേക്ക് മാറും. ഫെബ്രുവരി 28-നാണ് ഇസ്രായേലും അമേരിക്കയും കൂടി ഇറാനെ ആക്രമിക്കുന്നതിന് ഒരുപാട് കാരണങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആഗോളതലത്തിൽ ആക്രമണം ഉണ്ടാക്കിയ പരിക്കുകൾ നിരവധിയാണ്. പക്ഷേ ഒരിക്കലും പൊറുക്കാത്ത രീതിയിലുള്ള വലിയ പരിക്കുകളാണ് അത് സൃഷ്ടിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ആ പരിക്കുകളുടെ കൂട്ടത്തിലാണ് ഈ സ്വർണത്തിലേക്കുള്ള നിക്ഷേപത്തിൻ്റെ വരവ്. അതായത് ഓഹരി വിപണിയെല്ലാം ഇടിഞ്ഞു. നമുക്കറിയാം ഇന്ത്യയിൽ നിന്ന് തന്നെ വലിയ തോതിലാണ് വിദേശ ഓഹരികൾ വിറ്റ് പുറത്തേക്ക് പോയത്. അങ്ങനെ പിന്നെ ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം നമുക്കറിയാം. ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം എന്ന് പറഞ്ഞാൽ, രൂപയുടെ മൂല്യം പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് 1947 ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ $1 ഈക്വൽ ടു $1 അവയുടെ മൂല്യം സെയിം ആയിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്നാണ് $1 ഈസ് ഈക്വൽ ടു 97.5 രൂപ. ആ തരത്തിലാണ് രൂപയുടെ മൂല്യം മൂക്കുകുത്തിയത്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. 2014 BJP ഭരണത്തിൽ വരുന്ന സമയത്ത് 62 രൂപ ഈസ് ഈക്വൽ ടു $1 എന്ന നിരക്കിലായിരുന്നു. അവിടെ നിന്നാണ് ഈ 12 കൊല്ലം കൊണ്ട് ഇത്ര വലിയ മാറ്റം, ചാഞ്ചാട്ടം ഉണ്ടായത്, ഇത്ര വലിയ ഇടിവ് രേഖപ്പെടുത്തിയത് രൂപയുടെ മൂല്യത്തിൽ.
അപ്പം ഇപ്പോൾ ഇങ്ങനെ ഈ യുദ്ധമൊക്കെ വന്ന് സ്വർണത്തിൻ്റെ വില 1,31,000 വരെയൊക്കെ പൊങ്ങി. അങ്ങനെ ഇന്ത്യക്ക് വലിയ എപ്പോഴാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി സ്വർണത്തിൻ്റെ വാങ്ങൽ കുറയ്ക്കുക എന്ന് നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്? സ്വർണത്തിൻ്റെ വാങ്ങൽ കുറയ്ക്കുക എന്ന് ആഹ്വാനം ചെയ്യുന്ന പ്രധാനമന്ത്രി ഒരു കാര്യം ഓർക്കണം. 2014 സ്വർണത്തിന്മേലുള്ള ഡ്യൂട്ടി 15% ആ 15% ഡ്യൂട്ടി ഘട്ടം ഘട്ടമായി കുറച്ചു കൊണ്ടുവന്ന് 5% ആക്കിയത് BJP ഗവൺമെൻറ് ആയിരുന്നു. അദ്ദേഹം തന്നെ അതേ പ്രധാനമന്ത്രിയുടെ കീഴിൽ തന്നെയായിരുന്നു അപ്പോഴും ഭരണം. അങ്ങനെ ഈ പ്രാവശ്യം എന്താ സംഭവിച്ചത്? സ്വർണത്തിൻ്റെ വാങ്ങൽ കുറയ്ക്കാൻ, അതായത് സ്വർണത്തിൻ്റെ വില 1,31,000 രൂപയിലേക്കൊക്കെ എത്തി ഒരു പവൻ്റെ വില എന്ന് വന്നപ്പോൾ ഇന്ത്യയിലെ വാങ്ങൽ കുറയ്ക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സ്വർണത്തിൻ്റെ ഡ്യൂട്ടി വർദ്ധിപ്പിച്ചു. നിലവിലിരുന്ന 5% നിന്ന് അത് 12% റേസ് ചെയ്തു. അങ്ങനെ ഡ്യൂട്ടി സ്വർണത്തിൻ്റെ അങ്ങനെ റേസ് ചെയ്തു. അത് കഴിഞ്ഞ് അദ്ദേഹം ആഹ്വാനം ചെയ്തു വാങ്ങൽ കുറയ്ക്കണം എന്ന് ആഹ്വാനം ചെയ്തു. പക്ഷേ സ്വർണത്തിൻ്റെ വാങ്ങൽ പിന്നെയും കുറഞ്ഞില്ല. അത് എങ്ങനെയാ വെച്ചാൽ, അതായത് സ്വർണത്തിൻ്റെ വിലയിൽ നമുക്കറിയാം എപ്പോഴും ഒരു ചാഞ്ചാട്ടമാണ്. നമുക്കൊരു നേർരേഖയിലൂടെ സ്വർണത്തിൻ്റെ വില കാണിക്കാൻ പറ്റില്ല. എപ്പോഴും ഇങ്ങനെ പൊങ്ങിയും താണും ഇരിക്കും. ചെറിയ ചെറിയ കാരണങ്ങൾ, ഏതുതരം ചെറിയ ആഗോളതലത്തിൽ ശക്തമായി തീരാൻ സാധ്യതയുള്ള ചെറിയ കോളിളക്കങ്ങൾ. നമുക്കറിയാം, അമേരിക്കയും ഇസ്രായേലും കൂടി ഇറാനെ ആക്രമിച്ചതിന് ശേഷം പലവട്ടം ചർച്ചകൾ നടത്തി പരസ്പര ആക്രമണം നിർത്തലാക്കുക, സമാധാനം പുനഃസ്ഥാപിക്കുക എന്നുള്ള കരാറുകളിലേക്കൊക്കെ വരാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ തൊട്ടടുത്ത നിമിഷം അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം നാം കേൾക്കുന്നത് അവിടെ ഹോർമൂസ് കടലിടുക്കിൽ ഒരു കപ്പലിനെ, ഇന്ധനവുമായി പോയ ഒരു കപ്പലിനെ ഒന്നുകിൽ ഇറാൻ ആക്രമിച്ചു, അല്ലെങ്കിൽ അമേരിക്കയുടെ പടയെ ആക്രമിച്ചു, അല്ലെങ്കിൽ ഇന്നടത്തേക്ക് മിസൈൽ അയച്ചു. ഈ തരത്തിൽ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് മിക്കവാറും ഏറ്റവും കൂടുതൽ ഇത്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ഇസ്രായേലാണ്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിൻ്റെ ഒരു പരമശത്രുവാണ് ഇറാനെ ഇല്ലാതെയാക്കുകയാണ് ഇസ്രായേലിൻ്റെ ആത്യന്തിക ലക്ഷ്യം. അതുകൊണ്ട് തന്നെ അവരായിരിക്കും എപ്പോഴും പ്രകോപനങ്ങൾ സൃഷ്ടിച്ച് ട്രംപിനെയും അവർക്ക് നേരെയാക്കും. അതുപോലെ ഇറാനെ തീർച്ചയായിട്ടും അവർക്കറിയാം ഇറാൻ അവർക്ക് എതിരാണ് എന്ന്. അപ്പോൾ അങ്ങനെ പ്രതിസന്ധി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളിവിടെ സ്വർണത്തിൻ്റെ എക്സൈസ് ഡ്യൂട്ടി വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അതൊന്നും മാത്രമല്ല, ഈ പ്രതിസന്ധി കൊണ്ടൊക്കെ ഉണ്ടായത് അതിനിടയ്ക്കാണ്. ഓർമ്മിക്കുന്നുണ്ടാവും താങ്കളെ ബഹുമാനപ്പെട്ട ധനമന്ത്രി പറഞ്ഞത് 3F ബന്ധപ്പെട്ട് എന്തൊക്കെയായിരുന്നു. അതായത് ഇന്ത്യ വലിയ പ്രതിസന്ധിയിലാണ് ഈ 3F തുടങ്ങുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു. എന്തൊക്കെയായിരുന്നത്? ഫ്യൂവൽ, അതായത് ഇന്ധനത്തിൻ്റെ വിലയിലുണ്ടായ വലിയ വർധനവ്. രണ്ടാമത് ഫെർട്ടിലൈസർ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ലഭ്യമല്ലാതെയാകുന്നു. ഇന്ത്യയൊക്കെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൽ പ്രത്യേകിച്ച് പൊട്ടാസിക് ഫെർട്ടിലൈസേഴ്സിന് ആശ്രയിക്കുന്നത് റഷ്യയെയാണ്. യുക്രൈൻ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നാണ് നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒരുപാട് വാങ്ങുന്നത്. അപ്പോൾ ഈ യുദ്ധസമാനമായ സാഹചര്യത്തിൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ ലഭ്യത കുറഞ്ഞു, അതിൻ്റെ വില കണ്ടമാനം വർദ്ധിച്ചു. അത് നമ്മുടെ കാർഷിക മേഖലയെ തകർക്കും. അതുകൊണ്ടാണ് അവരെന്ന് ഫെർട്ടിലൈസറിൻ്റെ പേര് പറഞ്ഞത്. അപ്പോൾ ഫ്യൂവൽ, ഫെർട്ടിലൈസർ, ഫോറിൻ എക്സ്ചേഞ്ച്, ഇതായിരുന്നു അവരുദ്ദേശിച്ച 3F. ഫ്യൂവലിൻ്റെ വില നമുക്കറിയാം $65 നിന്നാണ് $115, $120 എന്ന നിലയിലേക്കൊക്കെ പോയത്. ഇപ്പോൾ അത് താഴേക്ക് വന്നു. പക്ഷേ വീണ്ടും ആക്രമണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതുകൊണ്ട് കൂടി വരികയാണ് ഇന്ധനത്തിൻ്റെ വില. പിന്നെ അതുപോലെ ഫെർട്ടിലൈസറിൻ്റെ കാര്യത്തിലും സമാധാനമൊന്നും എത്തിയിട്ടില്ല. ഇനിയുള്ളത് ഫോറക്സ് ആണ്. ഫോറക്സിന് എന്താ സംഭവിച്ചത്? ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിനെ അങ്ങനെ ഈസി ആയിട്ട് ആർക്കും നേരെയാക്കാൻ പറ്റില്ല. അതിൻ്റെ നേരെയാക്കാൻ ഏറ്റവും അത്യാവശ്യം വേണ്ടത് നമ്മുടെ എക്സ്പോർട്ട്സ് എത്ര, എക്സ്പോർട്ട് മൂല്യം എത്ര, ഇമ്പോർട്ട്സ് എത്ര, ഇമ്പോർട്ട് മൂല്യം എത്ര. ഈ യുദ്ധസമാനമായ സാഹചര്യത്തിൽ ഇന്ത്യയുടെ എക്സ്പോർട്ട്സ് ഒരുപാട് കുറഞ്ഞു എന്ന് വച്ചാൽ യുദ്ധം മാത്രമല്ല, അതിനു മുൻപ് ട്രംപിൻ്റെ താരിഫ് നയം അതായത് ഇന്ത്യക്ക് നേരെ പോലും വലിയ താരിഫ് യുദ്ധവുമായിട്ടാണ് ട്രംപ് മുൻപോട്ട് വന്നത്. അങ്ങനെ ട്രംപ് മുൻപോട്ട് വന്നത് കാരണം കൊണ്ട് അമേരിക്കയിലേക്കുള്ള കയറ്റുമതി, അതായത് നമ്മൾ ഓർക്കേണ്ട കാര്യം, അമേരിക്കയാണ് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വാങ്ങുന്ന ഒന്നാമത്തെ കൺട്രി. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ, അതായത് യുക്രൈൻ
റഷ്യ യുദ്ധസമയത്തും അതിനുശേഷം ഉണ്ടായ ഈ കാലഘട്ടത്തിലൊക്കെ സ്വർണത്തിൽ വന്നിരിക്കുന്ന മാറ്റം. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാം, ഈ പറയപ്പെട്ട റഷ്യ ഇസ്രായേൽ യുദ്ധം തുടങ്ങുന്ന സമയത്ത് സ്വർണത്തിൻ്റെ വില ഒരു 60,000 രൂപയിലോ മറ്റോ, ഒരു പവന് 60,000 രൂപ എന്ന രീതിയിൽ നിൽക്കുകയായിരുന്നു. അതിനുശേഷമാണ് അത് 1,31,000 രൂപയുടെ മുകളിൽ പോകുന്നത്. നമുക്കറിയാം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആഗോള അശാന്തിയാണ് എന്ന്. അപ്പോൾ ഈ ആഗോള അശാന്തി ഇതാ തീർന്നു, ഇതാ വെടിനിർത്തലായി എന്ന് പറഞ്ഞു വരുമ്പോൾ തന്നെ പെട്ടെന്ന് വീണ്ടും അശാന്തി സൃഷ്ടിക്കുകയാണ്. ഒന്നുകിൽ ഇസ്രായേൽ പിന്നെ വേറെ എവിടെയെങ്കിലും കൊണ്ടുവന്ന്, അതായത് ഈ ഇറാൻ്റെ ഏതെങ്കിലും ഒരു സഖ്യകക്ഷിയുടെ അവിടെ കൊണ്ടുപോയി ബോംബിടുന്നു. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ടായിരിക്കും വീണ്ടും ഇത് തുടങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെ മുൻപോട്ട് പോവുകയാണെങ്കിൽ, അതിനിടയ്ക്ക് ട്രംപിൻ്റെ അമേരിക്കയിൽ തന്നെ പ്രതിഷേധം ഉണ്ടായി. അമേരിക്കയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങളും ഉണ്ടായി, നമുക്കറിയാം. അപ്പം എന്നിട്ടൊന്നും ഇതിനൊരു അറുതി വരുത്താൻ പറ്റിയില്ല എന്ന് വെച്ചാൽ സ്വർണത്തിൻ്റെ, അതായത് ഈ പശ്ചിമേഷ്യയിലെ സംഘർഷം ഇങ്ങനെ തുടർന്നാൽ സ്വർണത്തിൻ്റെ വില ഓണമായാലും എന്തായാലും ഇങ്ങനെ ഏറിയും ഇറങ്ങി, അതായത് 1,00,000 ചുറ്റുവട്ടത്തിൽ കിടന്ന് കളിക്കാനേ സാധ്യതയുള്ളൂ, താഴേക്ക് പോരാനുള്ള സാധ്യത ഒട്ടുമില്ല. അതേ സമയത്ത് യുദ്ധം നാളെ പൂർണ്ണമായിട്ടും വിരാമമാകുന്നു എന്ന് വച്ചോളൂ, സ്വർണത്തിൻ്റെ വില ഓണമാകുമ്പോഴത്തേക്കും ഒരു 80,000 എന്ന രീതിയിലൊക്കെ താഴേക്ക് വരും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. പക്ഷേ ഈ സംഘർഷം തുടരുന്ന പക്ഷം സ്വർണത്തിൻ്റെ വിലയിൽ മാറ്റം ഉണ്ടാവില്ല, താഴേക്ക് വരാനുള്ള സാധ്യതയില്ല. ഇതുപോലെ കയറി ഇറങ്ങി ഇരിക്കും. അതാണ് സാധ്യത. വെള്ളിക്കും ഡയമണ്ടിനും തീർച്ചയായിട്ടും ഇതുമായിട്ട് ബന്ധമുണ്ട്. പക്ഷേ സ്വർണം തന്നെയാണ് അതിൻ്റെ ക്രക്സ്, എസൻസ് എന്ന് പറയുന്നത് സ്വർണം തന്നെയാണ്. കാരണം ഡയമണ്ടിന് ഒരു കാരണവശാലും സ്വർണത്തിനുള്ള ഇത് ഡിമാൻഡ് വരില്ല. അതുപോലെ തന്നെ വെള്ളിക്കും സ്വർണത്തിനുള്ള അത്ര ഡിമാൻഡ് വരില്ല. സാധാരണ രീതിയിൽ ആ സ്വർണ്ണക്കടയിൽ നിന്ന് വാങ്ങിയ സ്വർണം തന്നെ വീണ്ടും വിൽക്കാൻ ചെല്ലുമ്പോൾ പല കാരണങ്ങൾ പറഞ്ഞ് അവർ റേറ്റ് കുറയ്ക്കും. പക്ഷേ ഇപ്പോൾ ചില സ്വർണ്ണ വ്യാപാരികളൊക്കെ പിന്നെ അഡ്വർടൈസ്മെൻറ്റ് നടത്തുന്നത് നിങ്ങൾക്ക് നിങ്ങൾ വാങ്ങിച്ച അതേ വിലയ്ക്ക് തന്നെ തിരിച്ചു തരാമെന്നാണ് പറയുന്നത്. പക്ഷേ വാങ്ങിച്ച അതേ വിലയ്ക്ക് തിരിച്ചു തരാമെന്ന് പറയുമ്പോൾ വാങ്ങിച്ചത് 30,000 രൂപയ്ക്കായിരിക്കും, ഇപ്പോൾ പിന്നെ വില നിൽക്കുന്നത് 90,000-ലായിരിക്കും. അപ്പോൾ വാങ്ങിച്ച വിലയ്ക്ക് തന്നെ നിങ്ങൾ ഇപ്പോഴുള്ള വിലയ്ക്ക് വാങ്ങിക്കൊള്ളാം എന്ന് പറയുന്നു. പക്ഷേ അത് എനിക്ക് വിശ്വാസമില്ല. സാധാരണ സ്വർണ്ണ വ്യാപാരികൾ പക്ഷേ അവർ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കണ്ടെത്തി അവർക്ക് പ്രയോജനപ്രദമായ രീതിയിൽ ആ സെയിൽ മാറ്റിയെടുക്കാനുള്ള തന്ത്രം അതിൽ തന്നെ ഒളിഞ്ഞിട്ടുണ്ടാകും. അവരങ്ങനെ ഒരു തന്ത്രം മെനഞ്ഞ് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുമ്പോഴും അവർക്ക് അനുകൂലമായ തന്ത്രങ്ങൾ അതിനകത്ത് കാണും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.